നമ്മൾ സോളാറിൻ്റെ ഒരു പാനൽ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന അതിലെ ഫ്യൂസ് ഡി സി സൈഡിലെ ഫ്യൂസിൻ്റെ റേറ്റിംഗ് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ള പറ്റിയാണ് ഇതിൽ വിശദമാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നാഷണൽ ഇലക്ട്രിക് കോഡ് പ്രകാരമുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക മെർസൻ എന്നൊരു കമ്പനി അവരുടെ ഒരു ഡീറ്റെയിൽസ് ഇറക്കിയേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആസ് പെർ നാഷണൽ ഇലക്ട്രിക് കോഡ് ആയതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ജനറലി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഫ്യൂസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം, അതായത് നമ്മുടെ സോളാർ പാനൽ വയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ഫ്യൂസ് സെലക്ട് ചെയ്യണമെങ്കിൽ 5 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതായത് അവിടുത്തെ മാക്സിമം കറണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഫ്യൂസിന് പറ്റിയുള്ള ആംബിയർ റേറ്റിംഗ് എടുക്കുക. അതാണ് ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ വരുന്നത്. ഇനി അതിന് ശേഷം നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ കറണ്ട് റേറ്റിംഗ് വ്യത്യാസം വരും. അതായത് നമ്മുടെ സൂര്യൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുതൽ വരും, ശക്തി കുറഞ്ഞതനുസരിച്ച് കറണ്ട് കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഡി റേറ്റിംഗ് ഫ്യൂസ് ഫാക്ടറും കൂടി അതിൻ്റെ അടുത്ത് എടുക്കാറുണ്ട്. അതാണ് സ്റ്റെപ്പ് 3യിലുള്ളത്. ഇനി നമ്മൾ ഒരു ഫ്യൂസിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടി, അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്യൂസ് റേറ്റിംഗ് ആണോ അല്ലെങ്കിൽ അതുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് സെലക്ട് ചെയ്യാൻ വേണം. എന്നിട്ടത് ഫൈനലി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എല്ലാ കണ്ടക്ടേഴ്സിനെ ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണോ ഒരു ഫ്യൂസ് സെലക്ട് ചെയ്തേക്കണമെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയും വേണം. അപ്പോൾ ഇതാണ് 5 സ്റ്റെപ്പുകൾ, അത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാക്സിമം കറണ്ട് എത്രയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ISC എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ ഈ ISC എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സമ്മറി, ഒരു എക്സാമ്പിൾ, ഒരു സോളാർ മോഡ്യൂളിൻ്റെ ഒരു സമ്മറി കാണാം. ISC, VOC ഇതൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കുക ഡൗട്ടുള്ളെങ്കിൽ. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ISC ഇതിൽ 5.75 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് കണ്ടീഷനിലാണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ. അതായത് ഈ റേഡിയൻസ് 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയറും എയർ മാസ് 1.5ഉം പിന്നെ സെൽ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമ്പോൾ ഉള്ള വാല്യൂ ആണ് ISC എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വാല്യൂ ഇപ്പോൾ സപ്പോസ് ഇറേഡിയൻസ് 1200 ആവുകയാണെങ്കിൽ അതനുസരിച്ച് ഈ വാല്യൂ കൂടും. ഇപ്പോൾ സപ്പോസ് ഇറേഡിയൻസ് 800 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആവുകയാണെങ്കിൽ അതനുസരിച്ച് കുറയും. പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ചും ഡിഫറൻസ് വരും. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, കുറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോമിനൽ ഫ്യൂസ് ആംബിയർ റേറ്റിംഗ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് NECയുടെ 690.9 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂസിനെ ജനറലി ഓവർ കറണ്ട് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസ് OCPD എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ NECയുടെ കോഡ് പ്രകാരമുള്ളതാണ്, നാഷണൽ ഇലക്ട്രിക് കോഡ് പ്രകാരമുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത്, അതിൽ നിഷ്കർഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമുക്കൊരു 10 ആംബിയറിൻ്റെ ഒരു ഫ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ആംബിയർ ഫുള്ള് ഓടിക്കാൻ പാടില്ല. അതിനൊരു 8 ആംബിയർ ഓടിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു 80% ഓടിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. 100% ഒരിക്കലും ലോഡ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സിൽ ഫുള്ള് ലോഡ്, അതായത് നമ്മൾ ഈ വയർ കൂടെയാണ് വന്നിട്ട് അവസാനം ഫ്യൂസ് വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ വയർ 100% ലോഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫ്യൂസിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, കണ്ടക്ടേഴ്സിൻ്റെ വാല്യൂ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫ്യൂസിൻ്റെ കേസാണ് ഇപ്രാവശ്യം സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസിൻ്റെ റേറ്റിംഗ് കുറച്ച് കയറ്റിയിടും. അതായത് ഇപ്പോൾ നമുക്ക് മാക്സിമം എത്ര കറണ്ടെന്ന് കിട്ടി എന്ന് വിചാരിക്കുക. സ്റ്റെപ്പ് 1ൽ നമുക്ക് മാക്സിമം കറണ്ട് എത്ര, Imax എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ എത്ര കറണ്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ വാല്യൂ നമ്മൾ Imax എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു 1.25 ടൈംസ് വേണം നമ്മൾ ഫ്യൂസിൻ്റെ ആംബിയർ റേറ്റിംഗ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസുകളിൽ ഈ വോൾട്ടേജിൻ്റെ വേരിയേഷൻ, അതായത് ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്തൊക്കെ എങ്ങനെയൊക്കെ വേരി ചെയ്യുമെന്നൊക്കെ ഞാൻ എക്സാമ്പിൾ, വോൾട്ടേജും കറണ്ടിൻ്റെ എക്സാമ്പിളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേരിയിങ് കണ്ടീഷനിൽ ഏറ്റവും മാക്സിമം കറണ്ട്, ഇപ്പോൾ ഫ്യൂസ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കറണ്ടിനെ പറ്റി ചിന്തിച്ചാൽ മതി. മാക്സിമം കറണ്ട് എത്ര വന്നതെന്ന് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അതായത് ആ ഒരു നമ്മൾ പാനൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ എത്ര, വേസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചറിന് അനുസരിച്ച് കറസ്പോണ്ടിങ് എത്ര കറണ്ട് കൂടുന്നുള്ളത് നമുക്കതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെയൊക്കെ ആയിട്ട് കോഎഫിഷ്യൻറ്റുകൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ അവിടുത്തെ മാക്സിമം കറണ്ട് മനസ്സിലാക്കുക. അത് ഞാൻ ഏറ്റവും എളുപ്പത്തിന് എക്സാമ്പിളിൽ വെച്ച് ഞാൻ ഒരു 10 ആംബിയർ അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ എളുപ്പത്തിന് വേണ്ടി പറയാം കേട്ടോ. 10 ആംബിയറാണ് നമുക്ക് അവിടെ വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതാണ് Imax എന്ന് പറഞ്ഞ വാല്യൂ 10 ആംബിയർ ആണെങ്കിൽ നമ്മൾ ഒരു 12.5, അതായത് 10 × 1.25, ഈ 12.5 ഫ്യൂസ് ഇടണം. 12.5 ഫ്യൂസ് ഉണ്ടാവില്ല, നമുക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഫ്യൂസ് ഇടേണ്ടി വരും. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പും കൂടി ഉണ്ട്.
ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഡീറേറ്റ് ഫ്യൂസ് ഡ്യൂ ടു അബ്നോർമൽ ആംബിയൻ ടെമ്പറേച്ചർ. അതായത് ഈ ഒരു സിനാരിയോ പറയുന്നത് ഞാനിപ്പോൾ നേരത്തെ സ്റ്റെപ്പുകളിൽ പറഞ്ഞു നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം കൂടുന്നതനുസരിച്ച് നമ്മുടെ കറണ്ടിൻ്റെ ഔട്ട്പുട്ട് കൂടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ തേർഡ് സിനാരിയോയിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൂടുന്ന സമയത്ത് ഈ നമ്മൾ വച്ചേക്കുന്ന ഫ്യൂസിന് ചില വ്യത്യാസങ്ങൾ വരും. അതായത് ഫ്യൂസ് പെട്ടെന്ന് അടിച്ചു പോകാനുള്ള സാധ്യതകളും കൂടും. കാരണം ഈ ഒരു ഫ്യൂസിന് പല പോയിന്റുകളിൽ കൂടി പാസ് ചെയ്യണം. എന്ന് വെച്ചാൽ അത് കുറച്ച് നേരം ആർക്ക് ചെയ്യും, പ്രീ ആർക്കിംഗ് പീരീഡ് എന്നൊക്കെ പറഞ്ഞ് പല പീരീഡ്സ് കൂടി പാസ് ചെയ്തിട്ടാണ് അവസാനം ഫ്യൂസ് കട്ടാവുന്നത്. നമ്മൾ ഈ സോളാറിൻ്റെ DC ഫ്യൂസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് അത് പെട്ടെന്ന് കട്ടാകുമല്ലോ, ഒരു സ്റ്റെപ്പ് വഴി കട്ടാകും. ഇത്രയും കാര്യങ്ങൾ ആദ്യം ആർക്കിങ്ങിന് മുമ്പുള്ള പ്രീ ആർക്കിംഗ്, പിന്നെ ആർക്കിംഗ്, അങ്ങനെ പതുക്കെ പഴുത്ത് അങ്ങനെ കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം കുറഞ്ഞു പോകും നമ്മുടെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും. തിരിച്ചും സംഭവിക്കും, അതായത് ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഈ സമയം കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് ഈ വളരെ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് വീണ്ടും അതനുസരിച്ച് അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. ഫ്യൂസിൻ്റെ ഒരു ടെമ്പറേച്ചർ അതിൻ്റെ റേറ്റിങ്ങിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതായത് ജനറലി നമ്മൾ 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഫാരൻഹീറ്റിന് മുകളിൽ ടെമ്പറേച്ചർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു കാര്യം കൂടുതൽ ആപ്ലിക്കബിളായിട്ട് വരുന്നത്. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള എക്സ്പോഷർ, ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ആംബിയൻ ടെമ്പറേച്ചർ ഹയർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഉള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് കുറേ നേരത്തേക്ക് എക്സ്പോസ് ആവുന്ന ഒരു ഫ്യൂസിൽ അതിൻ്റെ മെൽറ്റിംഗ് ടൈം പെട്ടെന്നാവും. അതായത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വരും. അപ്പോൾ അനാവശ്യമായിട്ട് ഫ്യൂസ് അടിച്ചു പോകാനുള്ള ന്യൂയിസൻസ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഫ്യൂസ് അടിച്ചു വരുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച കറണ്ടിനേക്കാളും മുന്നേ ഫ്യൂസ് അടിച്ചു പോകാനുള്ള സാധ്യത അതിൻ്റെ അകത്ത് വരും. നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ച സാധനം നമുക്ക് വെറുതെ അനാവശ്യ ട്രിപ്പിംഗ് ആയിട്ടുള്ള അവസ്ഥ വരും. തിരിച്ചും നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ആംബിയൻ ടെമ്പറേച്ചർ ലെസ് ദാൻ 0 ഡിഗ്രി, അതായത് 0 ഡിഗ്രി താഴെ മൈനസ് ടെമ്പറേച്ചറുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ മെൽറ്റിംഗ് ടൈം കൂടും, പെട്ടെന്ന് ആവുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ കമ്പനിയുടെ ഒരു ചാർട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ചാർട്ട് ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ചാർട്ടല്ല, റെക്കമെൻഡേഷൻസ് അതിൻ്റെ. ഇപ്പോൾ ഫ്യൂസ് ആർ ഇൻസ്റ്റാൾ വെയർ ടെമ്പറേച്ചർ എക്സീഡ് 40 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രിയിൽ മുകളിൽ വരികയാണെങ്കിൽ അറ്റംപ്റ്റ് ടു ഇൻസ്റ്റാൾ ദം ഇൻ ദ ഷെയ്ഡ്, അത് ഷെയ്ഡിൽ വെക്കാൻ നോക്കാൻ എന്ന് പറയുന്നുണ്ട്. ടു ഓർ കവർ ഫ്രം ദ സണ്ണിൽ നിന്നുള്ള കവറിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അങ്ങനെ വയ്ക്കാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറക്ഷൻ ഫാക്ടറോ, അതായത് ഫ്യൂസിൻ്റെ റേറ്റിംഗ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ 1 ഈസ് നോട്ട് അവൈലബിൾ, അതായത് നമുക്കിങ്ങനെ ഷെയ്ഡിൽ വയ്ക്കാൻ സാധ്യത ഇല്ലെങ്കിൽ നമുക്ക് ആ ഡ്യൂറേഷൻ എത്ര നേരം കുറച്ച് വെയിൽ കൊള്ളിക്കാം എന്നുള്ള കാര്യം നോക്കും. അതായത് ഒരു 2 മണിക്കൂറോ താഴെ ഒക്കെയുള്ള രീതിയിൽ വെയിൽ കൊള്ളാൻ, അതായത് 2 മണിക്കൂറൊക്കെ വെയിൽ കൊള്ളും, അത് കഴിഞ്ഞ് പിന്നെ തണലത്തേക്ക് പോകും, അങ്ങനെയുള്ള അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് വേറെ ഇത് കറക്ഷൻ ഫാക്ടേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യണ്ട. അതായത് ഫ്യൂസിൻ്റെ ഇത് കുറയ്ക്കൊന്നും വേണ്ട. ഇനി വേസ്റ്റ് കേസ് സിനാരിയോ, ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷൻ, ഫ്യൂസസ് ഡയറക്റ്റ് സൺലൈറ്റിൽ ഫുൾ ടൈം ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണ്. അതായിരിക്കും മിക്കവാറും ഏതെങ്കിലും സ്ഥലത്തൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ അതാണ്. ഫുൾ ടൈം അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഒരു ന്യൂസൻസ് സ്ട്രിപ്പിങ്ങിൻ്റെ ഇഷ്യൂ നമ്മൾ പറയല്ലോ, അത് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു KF എന്ന് പറഞ്ഞൊരു ഡീറേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ, KF എന്ന് പറഞ്ഞ അതെന്താണെന്ന് കാണിച്ചു തരാം. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റേറ്റിംഗ് സെലക്ട് ചെയ്യും. അതായത് ഉണ്ടോ ഈ ഗ്രാഫ്, അപ്പോൾ മെർസൺ ഡീറേറ്റിംഗ് ചാർട്ട് ഫോർ അബ്നോർമൽ ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അടിയിൽ എക്സ് ആക്സിസിൽ വരുന്നത് ആംബിയൻ ടെമ്പറേച്ചറുകളും വൈ ആക്സിസിലൊരു KF എന്ന് പറഞ്ഞ വാല്യൂ ആണ്. നമ്മൾ ഈ വാല്യൂ ആണ് ഇതിൽ നോക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 10 ഡിഗ്രിയിൽ ഈ നമ്മുടെ ഗ്രാഫ് മുട്ടുന്നത് ഒരു 1.1 ആ ഒരു റേഞ്ചിൽ മുട്ടുന്നത്. ഇപ്പോൾ സപ്പോസ് -30ൽ 1.2 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 70 എന്ന് പറഞ്ഞ ഇതിൽ 0.8 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആ വാല്യൂ, അതായത് KF എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 70ക്ക് 0.8 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്ത് 70 ഡിഗ്രി സെൽഷ്യസ് വരെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസ് സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ IN എന്ന് പറഞ്ഞൊരു വാല്യൂ സെലക്ട് ചെയ്തില്ലേ, നമ്മൾ മാക്സിമം ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൻ്റെ 1.25, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു 10 ആംപിയർ ആണെങ്കിൽ 10 × 1.25 12 എന്ന് പറഞ്ഞില്ലേ. ഇനി 12 ഡിവൈഡ് ബൈ 0.8 കൂടി ചെയ്യണം. അതായത് അവിടെ 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ താപനില കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതായത് നേരെ മറിച്ച് അവിടെ താപനില കുറവാണ്, -30 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു 1.2 വെച്ചാണ് ഹരിക്കേണ്ടത്.
മനസ്സിലായോ? അതായത് ആ റേറ്റഡ് കറണ്ടിൻ്റെ നമ്മുടെ ഫ്യൂസിൻ്റെ വാല്യൂ മാറും. നമ്മുടെ ഈ കെ എഫ് മാറുന്നതനുസരിച്ച്. കെ എഫ് എങ്ങനെ മാറണം? കെ എഫ് മാറുന്ന ടെമ്പറേച്ചർ പ്രകാരമാണ്. അപ്പോൾ അതൊരു ഗ്രാഫ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ഗ്രാഫ് നോക്കി എടുത്താൽ മതി. അപ്പം ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ വീണ്ടും വീഡിയോ പോസ് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പക്ഷെ നമ്മൾ എന്നിട്ട് ഇപ്പോൾ ചില കേസ് ഡിവൈഡ് ബൈ 0.8 ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 70°C വരുന്ന ഒരു സ്ഥലത്ത് 0.8 വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ വെറുതെ ഒരു കണക്ക് എക്സാമ്പിൾ ഞാനീ പറഞ്ഞ് ചെയ്ത് നോക്കുക. 10 ആംപിയർ ആയിരുന്നു, നമ്മൾ അതിൻ്റെ 1.25 മൾട്ടി ഒരു 12 എഴുതി. 12 ഡിവൈഡ് ബൈ 0.8 ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു കൂടിയ വാല്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നേരെ മറിച്ച് നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞൊരവസ്ഥയിൽ നമുക്ക് കെ എഫ് 1.2 എന്നാണ് കിട്ടണമെങ്കിൽ 12 ഡിവൈഡ് ബൈ 1.2 നമുക്കൊരു 10 ആംപിയർ എന്ന് പറഞ്ഞായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ISC 10 വിചാരിച്ചു. അപ്പോൾ 10 ഗുണം 1.25 ചെയ്താൽ 12 ആംപിയർ കിട്ടും. അപ്പോൾ നമ്മൾ 12 ആംപിയറുടെ ഫ്യൂസ് വെക്കണതിന് മുമ്പ് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കി. ടെമ്പറേച്ചർ ഇപ്പോൾ സപ്പോസ് അവിടെ 70°C വരുവാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ 12 എന്ന് പറഞ്ഞാൽ കിട്ടിയ വാല്യൂ കൊണ്ട് 0.8 വെച്ച് ഹരിക്കണം. അതായത് 15 ചില്ലുവാനം നമുക്കൊരു 16 ആംപിയറിൻ്റെ ഫ്യൂസ് ആയിരിക്കണം അവിടെ ഇടേണ്ടി വരിക. നേരെ മറിച്ച് നമുക്ക് ആ 12 എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ നമ്മുടെ ടെമ്പറേച്ചർ -30 പോകുന്ന ഒരവസ്ഥയാണ് ഡിവൈഡ് ബൈ 1.2 ആണ് ചെയ്യേണ്ടിരുന്നത്. അതായത് 12ൻ്റെ ഫ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം തന്നെ. കണ്ടില്ല, ഫ്യൂസിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമ്മുടെ ടെമ്പറേച്ചർ മൈനസിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറഞ്ഞ ഫ്യൂസ് മതി. എന്നാൽ ഹയർ 40 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടിയ ഫ്യൂസാണ് വേണ്ടി വരുന്നത്. അപ്പം നമ്മളിങ്ങനെ കാൽക്കുലേഷനൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ അവിടെ ഇവിടെ തൊടാത്തൊരു വാല്യൂ അല്ലേ. ഇപ്പോൾ 11 പോയിൻറ്റ് സംതിങ് അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു വാല്യൂ ഉള്ള ഫ്യൂസ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയ 15 പോയിൻറ്റ് സംതിങ് കിട്ടിയാൽ നമുക്ക് ഈ ചാർട്ടിൽ നോക്കാം കേട്ടോ. ഇതിൽ അവൈലബിൾ ഫോട്ടോവോൾട്ടൈക് ആംപിയർ ഫ്യൂസ് റേറ്റിംഗ് 1 ആംപിയർ, 2 ആംപിയർ, 3, 4, 5, 6, 7, 8, 10 കഴിഞ്ഞാൽ പിന്നെ 12, 8 കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി. 8 വരെ 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 10, 12, 15 ഉള്ള പിന്നെ 15 കഴിഞ്ഞാൽ പിന്നെ 20 ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കേസിൽ അപ്പോൾ 16 ആംപിയറിൻ്റെ ഫ്യൂസ് ഇല്ല. അത് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ആട്ടോ. ചില കമ്പനികൾക്ക് 16ൻ്റെ ഒക്കെ ഉണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്തിട്ട് അത് യൂസ് ചെയ്താൽ മതി. 20, 25, 30, 35, 40, 45, 50, 60, 70, 80, 90, 100, 110, 125, 150, 175, 200, 225, 250, 300, 350, 400, 450, 500 ആൻഡ് 600 ആംപിയർ. ഇത്രയും റേഞ്ചുകളാണ് ഈ ഒരു കമ്പനിയുടെ അവൈലബിൾ. ഈ മെഴ്സൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ അവൈലബിൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഫ്യൂസൊക്കെ എടുത്തു, ഓക്കെ, അത് ഫൈനൽ തീരുമാനമാക്കി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോട്ടോവോൾട്ടൈക് പാനൽസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയറുണ്ടല്ലോ, കണ്ടക്ടർ ഉണ്ടല്ലോ, ആ കണ്ടക്ടർ ഈ കറണ്ട് താങ്ങുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. കണ്ടക്ടർ ഈ കറണ്ട് താങ്ങില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടണം, അല്ലെങ്കിൽ പാനൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. യൂഷ്വലി നമ്മൾ കണ്ടക്ടർ സൈസ് കൂട്ടണമായിരിക്കും ആ ഒരു കേസിൽ പോസിബിൾ ആവുള്ളൂ. കാരണം നമുക്ക് ആ ഒരു കറണ്ട് ക്യാരി ചെയ്യണമെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ ഫ്യൂസ് വേണം. എങ്കിൽ പിന്നെ കണ്ടക്ടർ സൈസ് ഇൻക്രീസ് ചെയ്ത് സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ. ഇതിലിപ്പോൾ വേറൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നേരത്തെ കാണിച്ച പാനലിൻ്റെ ഒരു ഡാറ്റ ഷീറ്റിൽ നിന്ന് ISC എന്ന് പറഞ്ഞാൽ 5.75 ആണ് എടുത്തേക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ 50°C വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ 50°C പ്രകാരം നമ്മളെ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് KF എന്ന് പറഞ്ഞ വാല്യൂ 0.9 എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 5.75 ഗുണം 1.56 വെച്ച് ചെയ്തു. എന്നിട്ട് ഡിവൈഡ് ബൈ 0.9 ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓവറോളുള്ള ഇക്വേഷൻ 1.25 വെച്ച് ചെയ്തിട്ട് പിന്നെ പല ഫാക്ടേഴ്സും വന്നിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഇക്വേഷൻ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പാനലിൻ്റെ ISC എത്രയാണെന്ന് നോക്കുക. പാനലിൽ മാത്രം നോക്കിയാൽ പോരാ, ആ അറയുടെ എങ്ങനെയാണെന്ന് നോക്കണം. അറേ അല്ലെങ്കിൽ ഓരോ സ്ട്രിങ്ങിൽ നിന്ന് എത്ര വന്നെ, അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്ട്രിങ്ങിന് സെപ്പറേറ്റ് ഫ്യൂസ്, സ്ട്രിങ് കമ്പൈനർ ബോക്സിൽ സെപ്പറേറ്റ് ഫ്യൂസ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. പാരലായിട്ട് വരുമ്പോൾ കറണ്ട് ആഡ് ഓൺ ആവും. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ആ ISC എത്രയാണെന്ന് തീരുമാനിക്കുക. എന്നിട്ട് അത് ഇൻറ്റു 1.56 ഡിവൈഡ് ബൈ KF എന്ന് പറഞ്ഞ വാല്യൂ ചെയ്താൽ നമുക്ക് റേറ്റഡ് ഫ്യൂസ് എത്രയാണെന്ന് കിട്ടും. ഇവരതാണ് അതിൽ ചെയ്തേക്കുന്നത്. 5.75 ആണ് നമ്മുടെ കറണ്ട് റേറ്റിംഗ് പേപ്പറിലുള്ളത്. ഇൻറ്റു 1.56 ഡിവൈഡ് ബൈ 0.9 ആണ് 50°C ഫ്യൂസ് റേറ്റിംഗ്. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 9.97 എന്ന് പറഞ്ഞ് കിട്ടി. ഇത് 9.97 എന്ന് പറഞ്ഞൊരു ഇത് അവൈലബിൾ അല്ല, നമ്മൾ കണ്ടു. 8 കഴിഞ്ഞാൽ പിന്നെ 10 ഉള്ളത്. അപ്പോൾ 10 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മൾ സെലക്ട് ചെയ്തു. അതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ പരിപാടി. അപ്പം നമ്മൾ കണ്ടക്ടറിൻ്റെ
സൈസ് സെലക്ട് ചെയ്യാനും ജസ്റ്റ് ഈ ഒരു ടേബിൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നാഷണൽ ഇലക്ട്രിക് കോഡ്, ഇത് ആക്ച്വലി അമേരിക്കൻ സ്റ്റാൻഡേർഡുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന TW UF വയർ ഏത് ടൈപ്പ് കേബിളാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് കുറേ കേബിൾ ടൈപ്സ് അവൈലബിൾ ആണ്. TW വയേഴ്സ്, UF വയേഴ്സ്, അങ്ങനെ RHW വയേഴ്സ്, അങ്ങനെ കോപ്പർ കണ്ടക്ടേഴ്സ് പലതും അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കുക, അവിടുത്തെ എന്താണ് ടെമ്പറേച്ചർ, നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കുക. അപ്പോൾ അത് പ്രകാരം നമുക്ക് അതിൻ്റെ അമേരിക്കൻ വയർ ഗേജാണ് ഇതിൽ അവൈലബിൾ. 18, 16, 14 എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആംബിയർ കപ്പാസിറ്റിയാണ് ഇവിടെ 15, 20 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വയർ ഗേജും കൂടി മനസ്സിലാക്കി വയ്ക്കുക, അത്ര വയർ ഗേജ് എന്നുള്ളത്. 18, 16, 14, 12 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വയർ ഗേജ് കുറയുമ്പോഴാണ് കട്ടി കൂടിയ വയറാവുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അത് പലർക്കും അറിയാം, പലർക്കും അത് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞത്. 18-നേക്കാളും വലുതാണ് 16, 16-നേക്കാളും സൈസ് കൂടിയതാണ് 14, അതിനേക്കാളും സൈസ് കൂടിയതാണ് 12. അപ്പോൾ ഇതിൻ്റെ കുറേ കൺവേർഷൻ ചാർട്ടുകളൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവൈലബിളാണ്. പിന്നെ ഇത് 2 ചാർട്ടായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചാർട്ടിലെന്ന് പറഞ്ഞാൽ ഇതൊരു റേസ് വേയോ അല്ലെങ്കിൽ ഒരു ട്രെയിൽ കൂടിയോ അല്ലെങ്കിൽ എർത്തിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ചുള്ളതാണ് ഇത്. നമ്മളല്ലാണ്ട് എയറിൽ കൂടി വിടുമ്പോൾ ഉള്ള കപ്പാസിറ്റി ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ കുറച്ച് കറണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഉദാഹരണം ഞാനിപ്പോൾ 14 അമേരിക്കൻ വയർ ഗേജിൻ്റെ ആംബിയർ കപ്പാസിറ്റി 25 ആണെങ്കിൽ ഇവിടെ അത് 15 ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമുക്ക് എയറിൽ കൂടി വരുമ്പോൾ കൂടുതൽ കപ്പാസിറ്റിയിൽ പോകാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഏത് കേബിൾസ് എടുത്താലും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അതുകൂടാതെ ഈ ടേബിളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടറും കൂടി നോക്കണം. നമ്മൾ എത്ര കേബിളുകൾ ഒന്നിച്ച് വിടുന്നു എന്നുള്ളതും കൂടി അനുസരിച്ച് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വ്യത്യാസം വരും. അതായത് നമ്മൾ സിമ്പിൾ ലോജിക്കലി ആലോചിച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിൾ 14 വയർ ഗേജ് ഈ TW കേബിളാണെന്ന് കരുതുക. 15 ആംബിയറാണ് അതിൻ്റെ കപ്പാസിറ്റി. ഞാനപ്പോൾ ആലോചിക്കും, 15 ആംബിയറിൻ്റെ 6 കേബിൾസ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് 90 ആംബിയർ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ 6 കേബിൾ പോകുമ്പോൾ നമുക്ക് 90 ആംബിയർ കിട്ടില്ല, കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ അത് എത്ര കിട്ടും എന്നുള്ളതാണ് ഈ ഫാക്ടർ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 80% അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ, 80% കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ 15 ആംബിയറിൻ്റെ ഒരു സംഭവം പറഞ്ഞു. 15 ആംബിയറിൻ്റെ 6 കണ്ടക്ടേഴ്സ് വരികയാണെങ്കിൽ എത്ര, നമ്മുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം 6, സപ്പോസ് ഞാൻ 6 വയർ ഇടുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് 90 ആംബിയർ ക്യാരി ചെയ്യാമെന്നാണ് എനിക്ക് എൻ്റെ ഒരു ധാരണ. എന്നാൽ നമുക്ക് 90 ആംബിയർ കിട്ടില്ല. നമുക്ക് 90-ൻ്റെ ഒരു 80% നമുക്ക് കിട്ടുള്ളൂ. ഇൻറ്റു 0.8, സോറി 90 ഇൻറ്റു 0.8 കിട്ടുള്ളൂ നമുക്ക്. അതായത് 72 ആംബിയർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ 90 ആംബിയർ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല, 18 ആംബിയർ കുറവുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട്, ഇത് സോളാറിൻ്റെ കേബിളല്ല, ഏത് കേബിൾ എടുത്താലും ഈ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ബഞ്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടർ വ്യത്യാസം വരും. അത് കേബിൾ അനുസരിച്ച് അതിൻ്റെ ഫാക്ടേഴ്സ് വാല്യൂസ് ചേഞ്ച് ചെയ്യും എന്നുള്ളതുണ്ട്. ഇനി അമേരിക്കൻ വയർ ഗേജിനെ ആക്കാൻ വേണ്ടിയുള്ള ചാർട്ടുകളൊക്കെ അവൈലബിൾ ആണ്, കണ്ടില്ലേ. എത്ര 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 സ്ക്വയർ ഒക്കെ ഉള്ളൂ. 2.5 എന്നൊക്കെ പറയുമ്പോൾ 14 അല്ലെങ്കിൽ 12 ആ റേഞ്ചൊക്കെ വരും. അത് ഇതിപ്പോൾ ഞാൻ വേറൊരു കമ്പനിയുടെ അടുത്താണ് കാണിക്കുന്നത്. അത് കമ്പനിയുടെ വ്യക്തമായിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക, എത്ര ആംബിയർ കപ്പാസിറ്റി. അത് ഓരോ കമ്പനികളുടെയും ഇങ്ങനത്തെ ഇപ്പോൾ സോളാർ കേബിളിൻ്റെ ഡാറ്റ ഷീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഞാനത് ഒരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് അതിൻ്റെ ചെയ്യാം, നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. വേറൊരു കാര്യം കൂടി ഇതിൽ വേറെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കറക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് ഒരു 40 താഴേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റും ഒരു കേബിളിൽ കൂടെ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1.29 ടൈംസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കിയാൽ മതി, 10 ഡിഗ്രി സെൽഷ്യസ് ഓർ ലെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 11 to 15 ഡിഗ്രി ആണെങ്കിലും 16 to 20 ഡിഗ്രി, 21 to 25, അങ്ങനെ ഒരു 45 വരെയൊക്കെ, അല്ല ഒരു 30 വരെ നമുക്ക് കൂടുതൽ ആംബിയർ കിട്ടണേ. 30 ആകുമ്പോഴത്തേക്കും കറക്റ്റ് എത്രയാണ് ആംബിയർ റേറ്റിംഗ് അതേ കിട്ടുള്ളൂ. ഇനി 30ക്ക് മുകളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആംബിയർ റേറ്റിംഗ് കുറയും. നമുക്ക് ഒറിജിനലി എത്ര ആംബിയർ, ഇപ്പോൾ 10 ആംബിയർ എടുക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് 9.1 ആംബിയർ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് 10 ഡിഗ്രി ഓർ ലെസ്സിൽ നമുക്ക് ഉദാഹരണത്തിന് 10 ആംബിയറെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 × 1.29 12.9 ആംബിയർ ക്യാരി ചെയ്യാൻ പറ്റുമോ അവിടെ ശരിക്കും.
ഇനി നേരെ മറിച്ച് 30 ആമ്പയർ കൂടുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റു 0.9 9 ആമ്പയറൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആമ്പയർ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, ടെമ്പറേച്ചർ കുറയണതനുസരിച്ച് ആമ്പയർ കപ്പാസിറ്റി കൂടും. അപ്പോൾ അതൊരു ഈ കേബിളിൻ്റെ ചാർട്ടാണ് കൊടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഏത് കമ്പനിയുടെ കേബിൾ എടുത്താലും ഏകദേശം ഈ പാറ്റേൺ ഫോളോ ചെയ്യും. അത് നിങ്ങൾ പല ഇത് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കേബിളും അതുകൂടാതെ ഫ്യൂസും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സോളാർ പ്രോജക്റ്റുകളിൽ ചെയ്യുന്നത്.